വചനം വചനം ത്രിയേക ദൈവമാം വചനം വചനം. യേശുവിന് പ്രിയപ്പെട്ട ദൈവജനമേ, ആണ്ടുവട്ടത്തിലെ 21-ാം ഞായറാഴ്ച നമ്മൾ വിശുദ്ധ ബലിയിലേക്ക് പ്രവേശിക്കുന്നത് കർത്താവേ, അങ്ങയോട് ഭക്തി പ്രകടിപ്പിക്കുന്നവരോടും അങ്ങയെ സേവിക്കുന്നവരോടും കരുണ കാണിക്കണമേ എന്ന് യാചിച്ചുകൊണ്ടാണ്. വചനശ്രവണത്തിലൂടെ നമ്മളെ തന്നെ പരിശോധിക്കുവാനും കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് സ്വന്തം ജീവിതത്തെ എങ്ങനെ തിന്മയിൽ വീഴാതെ മുന്നോട്ട് നയിക്കാമെന്നും നമ്മൾ പഠിക്കുന്നു. 1-ാം വായനയിൽ ജോഷുവ തൻ്റെ ജനത്തോട് പറഞ്ഞത് ഇന്ന് നമുക്ക് ഓർമ്മപ്പെടുത്തലാണ്. നീ ആരെയാണ് സേവിക്കുന്നത് എന്ന് ഉറച്ചു തീരുമാനിക്കണം. നിനക്ക് വെളിപ്പെടുത്തി തന്ന നിൻ്റെ ദൈവത്തെ മറന്നു കളഞ്ഞ് അന്യദേവന്മാരിലേക്ക് നീ അറിഞ്ഞോ അറിയാതെയോ ആകർഷിക്കപ്പെടുന്നു. നിങ്ങളെ വിമോചനത്തിലേക്ക് നയിക്കുന്ന, രക്ഷിക്കുവാനായി നിങ്ങളോടൊപ്പം യാത്ര ചെയ്യുന്ന ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരായി നിങ്ങൾ തുടരാതെ എന്തുകൊണ്ടാണ് നിങ്ങളുടെ യാത്രാവേളയിൽ പല വിഭിന്ന ജനങ്ങളോടുള്ള കണ്ടുമുട്ടലിൽ അവരുടെ പുഞ്ചിരിയിലും വശീകരണ ശക്തിയിലും വീണ് അവർ തരുന്ന സ്വീകരണങ്ങളിലും മതിമറന്ന് അവരുടെ ആശയ സംഹിതകളെ എൻ്റെ വചനത്തിൻ്റെ വെളിച്ചത്തിൽ പഠിക്കാതെ അവർ ആരാധിക്കുന്ന ദേവന്മാരുടെയും വിഗ്രഹങ്ങളുടെയും പിറകെ പോകുന്നത്? എഫെസസുകാർക്കുള്ള 2-ാം വായനയിലൂടെ നമ്മൾ കത്തോലിക്കർ വിവാഹ ദാമ്പത്യ കുടുംബജീവിതം യേശുവിൻ്റെ പരിശുദ്ധ സ്നേഹത്തെ ഉയർത്തിപ്പിടിക്കുന്നതിനു പകരം സഭയെ വളർത്തുന്ന ത്യാഗബലിയായി മാറാതെ സ്വന്തം സ്വാർത്ഥതയ്ക്കും താൽക്കാലിക സാധ്യതകൾക്കും സുഖങ്ങൾക്കുമായി തരം താഴ്ത്തപ്പെടുന്ന ഒരു ഇടപാടായി മാറ്റുന്നതും പരിശോധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇന്ന് സഭയിലെ പല മക്കളും സഭയെ സ്നേഹിക്കാതെ പഠിച്ച വിശ്വാസ സത്യങ്ങൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാതെ ഇതുവരെ കഷ്ടപ്പെട്ട് ചേർത്ത് നിർത്തി വളർത്തിയ മാതാപിതാക്കളെ മറന്നു കളഞ്ഞ് അവരെ കണ്ണുനീർ കുടിപ്പിച്ച് കാണുന്നവരെയും ചിരിച്ച് കാണിക്കുന്നവരെയും ചക്കരെ പഞ്ചാരയെന്ന് വിളിക്കുന്നവരുടെയും കൂടെ ഇറങ്ങിപ്പോകുന്നവരോടും വചനം സംസാരിക്കട്ടെ. വിവാഹത്തെ വെറും സ്വാർത്ഥതയ്ക്കു വേണ്ടി ജഡികതയുടെയും വികാരങ്ങളുടെയും ആഗ്രഹങ്ങളുടെയും താൽക്കാലിക സാക്ഷാത്കാരമായി പരിണമിക്കുന്നത് അക്രൈസ്തവ പ്രവണതയല്ലേ? വിവാഹം, ദാമ്പത്യം സഭയെ വളർത്തുന്ന യേശു സാക്ഷ്യമായി മാറാത്തത് എന്തേ? 3-ാം വായനയിലൂടെ യോഹന്നാൻ്റെ 6-ാം അധ്യായത്തിലെ ഈ കഴിഞ്ഞ ഞായറാഴ്ചകളിൽ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന സ്വർഗത്തിൽ നിന്ന് വന്ന അപ്പമാകുന്ന യേശുവിനെ സ്വീകരിക്കുവാൻ ബുദ്ധിമുട്ടുന്നവർ, യേശുവിനെ ഉപേക്ഷിച്ച് പോകുന്നവർ, എന്നാൽ ഞങ്ങൾ എവിടെ പോകും? നിത്യജീവൻ്റെ വചസ്സുകൾ അങ്ങയുടേതാണ് എന്ന് ഉറക്കെ പറഞ്ഞ് യേശുവിൻ്റേതായി തുടരുന്ന പത്രോസും കൂട്ടരും. അങ്ങനെയുള്ളവരാണ് യേശുവിൽ വളരുന്നതും സഭയെ വളർത്തുന്നവരും. അതുകൊണ്ട് ഒന്നാമതായി നീ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവജനമാണ് എന്നും ആ ദൈവത്തെ മാത്രം മുറുകെ പിടിക്കണമെന്നും ബോധ്യം വരുത്തുക. രണ്ടാമതായി, ദാമ്പത്യ ജീവിതത്തിൽ എൻ്റെ കുടുംബവും ഞാനും കർത്താവായ യേശുക്രിസ്തുവിനെ സേവിക്കും, മഹത്വപ്പെടുത്തും എന്ന് ഉറപ്പുവരുത്തുക. മൂന്നാമതായി,
സ്വർഗത്തിൽ നിന്ന് വന്ന ജീവനുള്ള അപ്പമാകുന്ന വിശുദ്ധ കുർബാനയിലെ യേശു എൻ്റെ എല്ലാം ആയിരിക്കുമെന്ന ആഴമായ ബോധ്യത്തിൽ ജീവിക്കുക. അപ്പൻ്റെ കയ്യിൽ ഒരു കൈയും മറ്റേ കൈ കൊണ്ട് പൂക്കളും പഴങ്ങളും പറിച്ചുകൊണ്ട് മുന്നേറുന്ന കുഞ്ഞിനെ പോലെയാണ് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത്. കർത്താവിൻ്റെ ദിവസമായ ഈ ഞായറാഴ്ച തിരുക്കർമ്മങ്ങളിലൂടെ യേശു നമ്മളിൽ കുറച്ചുകൂടി വളരട്ടെ. സ്തുതി.